നമസ്കാരം. UDFിലെ മുഖ്യമന്ത്രി തർക്കങ്ങളൊക്കെ പൂർത്തിയായി വി.ഡി. സതീശനും മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി സർക്കാർ അധികാരത്തിലേറി. പുതിയ UDF സർക്കാരിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായപ്പോൾ മുതൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു വകുപ്പിലേക്കാണ്, ആഭ്യന്തര വകുപ്പ്. ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്കാണല്ലോ സുപ്രധാന വകുപ്പായ ആഭ്യന്തരം കിട്ടിയിരിക്കുന്നത്. ഭരണത്തിന്റെ യഥാർത്ഥ പവർന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വകുപ്പ് തന്നെയാണ് ആഭ്യന്തരം. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ സമവായത്തിലെത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു വകുപ്പ് വിട്ടുകൊടുക്കേണ്ടി വരികയായിരുന്നു. ഇവിടെയാണ് കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിന്റെ ആ ഒരു രാഷ്ട്രീയ തന്ത്രം നമ്മൾ ഓർക്കേണ്ടത്. മുഖ്യമന്ത്രി പദത്തിനൊപ്പം ആഭ്യന്തരവും കൂടി കയ്യിൽ വെച്ചതുകൊണ്ടാണ് പിണറായിക്ക് പോലീസിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനായി കഴിഞ്ഞത്. ഇതിലും ഭേദം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും വി.ഡി. സതീശൻ ആഭ്യന്തരമന്ത്രിയാവുകയുമായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന വലിയൊരു ബാധ്യത കൂടിയുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ സുപ്രധാന വകുപ്പ് നൽകി അനുനയിപ്പിക്കുകയല്ലാതെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാനായി കഴിയില്ല. ആ ഒരു സമവായത്തിന്റെ ഭാഗമായാണ് ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് നൽകുകയും ചെയ്തത്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ചത് വി.ഡി. സതീശൻ തന്നെ ആഭ്യന്തരവും മുഖ്യമന്ത്രി പദവും ഒരുമിച്ച് കൈകാര്യം ചെയ്യണമെന്നായിരുന്നു. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരത്തിലെത്തിക്കാൻ താഴെ തട്ടിലിറങ്ങി കഷ്ടപ്പെട്ടതും പണിയെടുത്തതും വി.ഡി. സതീശനാണെന്നാണ് പൊതുജനാഭിപ്രായം. പക്ഷേ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെ കേരളത്തിന് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും കഴിയില്ല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് മന്ത്രി പദവിയിലെ 3ാം ഊഴം കൂടിയാണ്. 2ാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന ഒരു വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല. ആ സമയത്താണ് തിരുവനന്തപുരത്ത് ബ്ലേഡ് മാഫിയയുടെയും പലിശക്കാരുടെയും ഭീഷണി കാരണം ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുന്നത്. ആ ഒരു സംഭവത്തോടെ ചെന്നിത്തല ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ കുബേര എന്നത്. വമ്പൻ സ്രാവുകളായ പലിശ കമ്പനിക്കാരെ ഗുണ്ടകളെയും പൂട്ടാൻ ചെന്നിത്തല അന്ന് പോലീസിനെ അഴിച്ചുവിടുകയായിരുന്നു. അത് സാധാരണക്കാരായ 10,000-കണക്കിന് ആളുകൾക്ക് വലിയ ഗുണം തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തല വീണ്ടും ആഭ്യന്തരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ, അതും സാധാരണക്കാരായ ജനങ്ങൾ, വലിയ പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കാണുന്നത്. കൂടാതെ നിലവിൽ ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാതിരുന്നിട്ടും ശക്തമായ ക്യാമ്പയിനുകളുമായി അദ്ദേഹം സജീവവുമായിരുന്നു. ഇന്ന് കൊച്ചിയിലെയും പെരുമ്പാവൂരിലെയും കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലകളിലും വൻ ലഹരി മാഫിയ സംഘങ്ങളാണ് പിടിമുറുക്കിയിരിക്കുന്നത്. കാട്ടാള ഭരണം അഴിച്ചുവിട്ട ഈ ലഹരി മാഫിയയും ഗുണ്ടകളെയും അടിച്ചമർത്താൻ പവർഫുള്ളായൊരു ആഭ്യന്തര വകുപ്പ് അനിവാര്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും പോലീസിന്റെ ദിശാബോധവും നിശ്ചയിക്കുന്നത് ഈ വകുപ്പാണ്. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുമ്പോൾ ചെന്നിത്തല തന്റെ പഴയ കുബേര ട്രാക്കിലേക്ക് മാറി കാക്കിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാന കാര്യമാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിനെതിരെ നിന്നിരുന്ന പലരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ യുവനേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് വാർത്തകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് റിനി ആൻ ജോർജ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വൈകാരികമായ കുറിപ്പോടെ അവതാരകയും നടിയുമായ റിനി ആൻ ജോർജ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തെ ശ്രീ പത്മനാഭൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് റിനി രംഗത്തെത്തിയത്. എന്നാൽ ഇത്തരത്തിലുള്ള അവസരവാദികളെ അകറ്റി നിർത്താൻ ചെന്നിത്തലയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയണം. ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ ഉത്തരവാദിത്തങ്ങളും കരുതലും വേണ്ട ഒരു പദവിയാണ് ആഭ്യന്തര വകുപ്പ്. കേരളം പ്രതീക്ഷയിലാണ്. എല്ലാ കണ്ണുകളും രമേശ് ചെന്നിത്തലയിലേക്കാണ്. കാത്തിരുന്ന് കാണാം.